രാഷ്ട്രീയം പോലും വമ്പൻ ബിസിനസ്സാക്കി മാറ്റിയ ഒരു ഭരണാധികാരിയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് എന്തും പറയാം, എന്തും ചെയ്യാം. പ്രസ്താവന ഇരുമ്പുലക്കയല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ലോക നേതാവാണ് ട്രംപ്. സ്ഥിരമായ നിലപാടില്ല, മലക്കം മറിയും, ന്യായീകരിക്കും. അങ്ങനെ വേറിട്ടൊരു നേതാവാണ് ട്രംപ്. നോക്കൂ, ലോകത്ത് മറ്റേത് ഭരണാധികാരിക്കാണ് ഇങ്ങനെ ഒരു വിഡ്ഢിത്തം വിളമ്പാൻ കഴിയുക? ജന്മനാട്ടിൽ നിന്ന് ഒരു ജനതയെ ഒഴിപ്പിക്കുക, ആ പ്രദേശം ഏറ്റെടുക്കുക, അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുക. ട്രംപ് പറഞ്ഞു. പറഞ്ഞത് ചെയ്യാനും മടിക്കില്ലെന്നും ലോകത്തിനറിയാം. നെതന്യാഹുവിനെ മുന്നിൽ നിർത്തിയാണ് ട്രംപിന്റെ കളി. വെറും പാവയായി മാറിയിരിക്കുന്നു നെതന്യാഹു. ഹമാസിനെ തകർക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഗസയെ വിലക്ക് വാങ്ങുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ശരിക്കും നെതന്യാഹു പോലും അമ്പരന്നിട്ടുണ്ടാവും. വലിയ ലക്ഷ്യങ്ങളാണ് ഗസയിൽ ട്രംപിനുള്ളത്. ഹമാസിനെ പ്രകോപിപ്പിക്കുക, വെടിനിർത്തൽ അവസാനിപ്പിക്കുക, പലസ്തീൻകാരെ പൂർണ്ണമായും തുടച്ചു നീക്കുക. ഇതാണ് ട്രംപിന്റെ പ്ലാൻ. ഗസയിൽ ട്രംപിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ നെതന്യാഹുവിന്റെ കാര്യം അതല്ല. നിലവിൽ ട്രംപിനെ നെതന്യാഹുവിന് ധിക്കരിക്കാൻ കഴിയില്ല. താളത്തിനൊത്ത് തുള്ളാനേ പറ്റൂ. ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനത്തിന് പിന്നിൽ ട്രംപ് ആണെന്നാണ് സൂചന. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ യുദ്ധത്തിനിടെ വിവിധ ഇടങ്ങളിൽ അഭയം തേടിയ പലസ്തീനികൾ ഗസയിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിരുന്നു. പലസ്തീനികൾ പൂർണ്ണമായും ഗസയിൽ തിരിച്ചെത്തിയാൽ ട്രംപിന്റെ പ്ലാൻ നടക്കില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ തുടർച്ചയായി വെടിനിർത്തൽ ലംഘിച്ചത്. ഗസ ഇപ്പോൾ അവശിഷ്ടങ്ങളുടെ പറമ്പാണ്. അവിടെ ജീവിതവും വീടുകളും ഒന്നും ഇനി ട്രംപ് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ചിന്തിച്ചാൽ മനസ്സിലാകും ഈ വിഷയത്തിന്റെ അമ്പരപ്പിക്കുന്ന ആഴവും പരപ്പും. ട്രംപ് ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത്. ചെകുത്താനും കടലിനും ഇടയിലാണ് ഗാസയിലെ ജനത. ഗസ ഇടിച്ചു നിരത്തുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസന. ബന്ദികളെ വിട്ടയക്കില്ലെന്ന ഹമാസിന്റെ പ്രഖ്യാപനമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ട്രംപ് ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിവരെ ഹമാസിന് സമയം നൽകി. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് മുമ്പ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ മുഴുവൻ ഗാസ മുനമ്പും ഒരു നഗരമാക്കി മാറ്റുമെന്നാണ് ട്രംപ് പറയുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് മുമ്പ് ഹമാസ് എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്നും അല്ലാത്തപക്ഷം ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുമെന്ന് ട്രംപ് പറയുന്നു. ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹമാസ് ഇനി ബന്ദികളെ വിട്ടയക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അത് ഹമാസിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയേക്കാം. മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ US പ്രസിഡന്റ് വീണ്ടും ശക്തമായി ഇടപെടുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹമാസിന്റെ പ്രഖ്യാപനവും നീക്കവും ഭയപ്പെടുത്തുന്നതാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഗസ ഇന്നൊരു നരകമാണ്. ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും നമുക്ക് മോചിപ്പിക്കേണ്ടതുണ്ട്. അവരെയെല്ലാം നമുക്ക് തിരികെ വേണം. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്. ഇസ്രായേലിന് എന്താണോ അവർക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതാണ് എൻ്റെ തീരുമാനം. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ എല്ലാ ബന്ദികളും ഇസ്രായേലിൽ ഉണ്ടായിരിക്കണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അദ്ദേഹം നിർദ്ദേശിച്ച സമയപരിധിയെക്കുറിച്ച് സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. അടച്ചുപൂട്ടലിന് ശേഷം US സൈന്യം പ്രദേശത്തുണ്ടാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനും ട്രംപിന് ഉത്തരമുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. US ഗാസ വാങ്ങുമെന്നും US അത് സ്വന്തമാക്കുമെന്നും ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗാസ നശിപ്പിക്കപ്പെട്ട പ്രദേശമായതിനാൽ ശേഷിക്കുന്ന ഭാഗം തങ്ങൾ പൂർണ്ണമായും പുനർനിർമ്മിക്കുമെന്നും ഹമാസ് ഉൾപ്പെടെ അവിടെ ആരും ഉണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു. ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. തീർച്ചയായും US അത് സ്വന്തമാക്കും. മിഡിൽ ഈസ്റ്റിലെ മറ്റ് സമ്പന്ന അറബ് രാജ്യങ്ങൾക്ക് ഗാസ മുനമ്പിന്റെ ഒരു ഭാഗം പുനർനിർമ്മിക്കാൻ US അനുവദിക്കും. പക്ഷേ ഹമാസിനെ ഒരിക്കലും ആ പ്രദേശത്തേക്ക് മടങ്ങാൻ അനുവദിക്കില്ല. ഗാസയിലെ 2 ദശലക്ഷത്തിലധികം പലസ്തീനികളോട് പ്രദേശം വിട്ടു പോകണമെന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. പലസ്തീനികളെ സ്വീകരിക്കാൻ US തയ്യാറാണെന്നും ട്രംപ് പറയുന്നു. ഇസ്രായേൽ തടവുകാരുടെ മോചനം അടുത്ത ആഴ്ച നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു. ഓവൽ ഓഫീസിൽ മാധ്യമസമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് US പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. ട്രംപ് ഒരു ട്വീറ്റിൽ ഇസ്രയേലിന്റെ പ്രശ്നം ഉന്നയിച്ചിരുന്നു. മോചിപ്പിക്കപ്പെട്ട 3 പുരുഷബന്ദികളുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. അവർ അനുഭവിച്ച മാനസിക പീഡനത്തിൽ ട്രംപ് നിരാശയും പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ബന്ദികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ അധികകാലം ജീവിച്ചിരിക്കില്ല. കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് ഇതുവരെ 16 ഇസ്രയേലികളെ വിട്ടയച്ചു. ഇസ്രായേലികൾ നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെയും വിട്ടയച്ചു. ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 പേരിൽ 73 പേർ ഇപ്പോഴും ഗാസയിലുണ്ട്. അതിലെത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ ഇസ്രായേലികൾ ആശങ്കാകുലരാണ്. അവരിൽ പലരും ജീവിച്ചിരിപ്പുണ്ടാകാൻ സാധ്യതയില്ല.
ഹമാസിന്റെ നിലവിലെ ചില പ്രഖ്യാപനങ്ങളുമായി ഇത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. കരാറിന്റെ ആദ്യഘട്ടത്തിൽ 33 പേരെ വിട്ടയക്കാനാണ് ഹമാസ് പദ്ധതിയിട്ടിരുന്നത്. ഗാസയിൽ നിന്നും മാറ്റാൻ ആഗ്രഹിക്കുന്ന പലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഒന്നും സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കെല്ലാം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈജിപ്തും ജോർദാനും ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷാ പങ്കാളികളാണ്. അമേരിക്കയുടെ പ്രതിരോധ സാമ്പത്തിക പിന്തുണയാണ് അവർ വളരെയധികം ആസ്വദിക്കുന്നത്. ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങൾ കണക്കിലെടുത്തില്ലെങ്കിൽ അവർക്കുള്ള സഹായം നിർത്തിവെക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്.